തെരഞ്ഞെടുത്ത വാർത്തകൾ വായിക്കുന്നത് ഗീത PV. കടലോരം ഗാസയായി ഹമാസ് ഭീകരർക്ക് ഐക്യദാർഢ്യം. കോഴിക്കോട് ഹമാസ് ഭീകരർക്കായി കോഴിക്കോട്ട് പ്രത്യേക പ്രാർത്ഥന. തിങ്കളാഴ്ച രാത്രിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥനാരാവ് എന്ന പേരിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച പരിപാടി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേൽ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട ഹമാസ് ഭീകരനായ യഹിയ സിൻവാർ, ഇസ്മായിൽ ഹനിയ എന്നിവർക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഹമാസ് ഭീകരരെ പോരാളികളായും രക്തസാക്ഷികളായും പ്രഖ്യാപിച്ച സമ്മേളനം അവരെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്തു. കടൽത്തീരത്തിന് ഗാസ സ്ട്രീറ്റ് എന്ന് പേരിട്ടായിരുന്നു സമ്മേളനം. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേന്ദ്ര ഷുറാം അംഗം ഡോക്ടർ അബ്ദുസലാം അഹമ്മദ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം, കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മായക്കുറ്റി, PK പാറക്കടവ്, P. സുരേന്ദ്രൻ, മറുവാക്ക് മാഗസിൻ എഡിറ്റർ അംബിക എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈകിട്ട് 5 മുതൽ രാത്രി 11 വരെയായിരുന്നു പരിപാടി. ഇസ്രായേൽ പതാക കത്തിച്ചു, കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയച്ചു. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് പാലസ്തീൻ ഭീകര സംഘടന ഹമാസിനെ അനുകൂലിച്ച് തെരുവു നാടകവും ഇസ്രായേൽ പതാക കത്തിക്കലും. ഫ്രണ്ട്സ് ഓഫ് പാലസ്തീൻ സംഘടന ബാനറിലായിരുന്നു ഇവ. തെരുവു നാടകക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും വിട്ടയച്ചു. മറ്റൊരു രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ മിത്രമായ ഇസ്രായേലിന്റെ പതാക കത്തിച്ച സാഹചര്യത്തിൽ നയതന്ത്രം ബന്ധം കണക്കാക്കി അവരെ വിടാൻ പാടില്ല. അവരെ സഹായിച്ചവരെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് 4 യുവതികളടക്കമുള്ള 10 അംഗ സംഘം ആസാദി തെരുവു നാടകം അവതരിപ്പിച്ചത്. പാലസ്തീൻ പതാകയേന്തി ഹമാസ് അനുകൂലവും ഇസ്രായേൽ വിരുദ്ധവുമായ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തി. മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണ് പിന്നിലെന്നും അവരുടെ തിരിച്ചറിയൽ കാർഡിലെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വിട്ടയച്ചതായും ഫോർട്ട് കൊച്ചി പോലീസ് പറഞ്ഞു. വിദേശ സഞ്ചാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നാടകം അവതരിപ്പിച്ചു എന്നാണ് സംഘത്തിന്റെ വിശദീകരണം. ഇസ്രായേലി വിനോദസഞ്ചാരികളടക്കം 10,000ങ്ങളാണ് ടൂറിസം കാലത്ത് കൊച്ചിയിലെത്തുക. കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചിയിൽ പാലസ്തീൻ അനുകൂല പോസ്റ്ററും ബോർഡും ഇസ്രായേൽ സ്വദേശിനി കീറിയതും പ്രതിഷേധിച്ചതും കോടതി നടപടിയിലെത്തിയിരുന്നു. ഛത്തീസ്ഗഡിൽ 3 മാവോയിസ്റ്റുകളെ വധിച്ചു. റാഞ്ചി ഛത്തീസ്ഗഡിൽ 25 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവ് ഉൾപ്പെടെ 3 പേർ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ദന്തേവാഡ, ബിജാപൂർ ജില്ലകൾക്കിടയിലുള്ള അതിർത്തിയിലാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഇന്നലെ രാവിലെ ഏറ്റുമുട്ടിയത്. പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന നടത്തിയ പരിശോധനയ്ക്കിടെ ആക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരിച്ചടിയിലാണ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത്. വെടിവയ്പിൽ കൊല്ലപ്പെട്ട 3 മാവോയിസ്റ്റുകളിൽ ഒരാളായ സുധീർ എന്ന മുരളി തെലങ്കാനയിലെ വാറങ്കൽ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു. മാവോയിസ്റ്റുകളുടെ ഏറ്റവും ശക്തമായ സംഘടനയായ ദണ്ഡകാരണ്യ സ്പെഷ്യൽ സോണൽ കമ്മിറ്റിയിൽ ഇയാൾ സജീവമായിരുന്നുവെന്ന് ദന്തേവാഡ പോലീസ് സൂപ്രണ്ട് ഗൗരവ് റായ് പറഞ്ഞു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 25 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. കൊല്ലപ്പെട്ട മറ്റ് 2 പേരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ നിന്നും നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ടെന്നും ഗൗരവ് റായ് പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച ഛത്തീസ്ഗഡിലെ ബീജാപൂർ, കാങ്കർ ജില്ലകളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 24ലധികം മാവോയിസ്റ്റുകളെ വധിക്കുകയും 1 പോലീസുകാരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഡൽഹിക്കായി 1 ലക്ഷം കോടി രൂപ. ന്യൂഡൽഹി
ഡൽഹിക്കായി എക്കാലത്തെയും വലിയ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ രേഖ ഗുപ്ത 1,00,000 കോടി രൂപയുടെ ബജറ്റാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. കായികം. ഇംഗ്ലണ്ടിനും പോളണ്ടിനും ജയം. മാഞ്ചസ്റ്റർ. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ യൂറോപ്യൻ മേഖല യുവേഫ പോരാട്ടങ്ങളിൽ വമ്പൻ ടീമുകൾക്ക് ജയം. ഇംഗ്ലണ്ട് ലാത്വിയയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കും പോളണ്ട് മാൾട്ടയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കും പരാജയപ്പെടുത്തി. യൂറോപ്യൻ മേഖലയിലെ ഗ്രൂപ്പ് കൈയിൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിനിറങ്ങിയ ഇംഗ്ലണ്ടിനായി 38-ാം മിനിറ്റിൽ റീസ് ജെയിംസ്, 68-ാം മിനിറ്റിൽ സൂപ്പർ താരം ഹാരി കെയ്ൻ, 76-ാം മിനിറ്റിൽ എബറച്ചി എയ്സിയുവാണ് ഗോളുകൾ നേടിയത്. 2 കളികളിൽ നിന്ന് 6 പോയിന്റുള്ള ഇംഗ്ലണ്ടാണ് ഗ്രൂപ്പിൽ മുന്നിൽ. 2 കളികളിൽ നിന്ന് 3 പോയിന്റ് വീതമുള്ള അൽബാനിയയും ലാത്വിയയും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിലുണ്ട്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്ന ടീം ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടും. മറ്റൊരു മത്സരത്തിൽ റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ പോളണ്ട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചപ്പോൾ കാരൽ സിഡോർസ്കിയുടെ ഇരട്ട ഗോളുകളാണ് തുണയായത്. 27-51 മിനിറ്റുകളിലായിരുന്നു സിഡേസ്കിയുടെ ഗോളുകൾ. മറ്റു മത്സരങ്ങളിൽ റൊമാനിയ 1-നെതിരെ 5 ഗോളുകൾക്ക് സാന്റ മറിനോയെയും ബോസ്നിയ സൈപ്രസിനെ 1-നെതിരെ 2 ഗോളിനും പരാജയപ്പെടുത്തി. ഫിൻലാൻഡ് ലിത്വാനിയ മത്സരം 2-2 സമനിലയിൽ കലാശിച്ചു. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യത. ഭാരതം ബംഗ്ലാദേശ് സമനില. ഷില്ലോങ്. ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഭാരത ബംഗ്ലാദേശ് മത്സരം ഗോൾരഹിത സമനില. 2027 നടക്കുന്ന ഏഷ്യൻ കപ്പിൽ യോഗ്യത നേടുക എന്ന ഉദ്ദേശ്യത്തോടെ കളത്തിലിറങ്ങിയ ഭാരതത്തിന് പക്ഷേ ഗോൾ നേടാനാകാത്തത് തിരിച്ചടിയായി. ആദ്യ പകുതിയിൽ ഉദാന്തയ്ക്കും ഫറൂഖ് ചൗധരിക്കും നല്ല അവസരങ്ങൾ ലഭിച്ചെങ്കിലും അവർ നഷ്ടപ്പെടുത്തി. സമനിലയോടെ ഇരു ടീമും ഓരോ പോയിന്റ് വീതം പങ്കുവച്ചു. വനിതാ ലോകകപ്പിന് വേദിയാകാൻ സ്പോർട്സ് ഹബ്ബും. മുംബൈ. കേരളത്തിന് ആദ്യമായി ICC ലോകകപ്പ് വേദി. ഈ വർഷം അവസാനം ഇന്ത്യയിൽ നടക്കുന്ന വനിതാ ഏകദിന ലോകകപ്പ് മത്സരങ്ങൾക്ക് തിരുവനന്തപുരം സ്പോർട്സ് ഹബ്ബും വേദിയാകും. 5 വേദികളിലൊന്നായാണ് തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തെ BCCI തെരഞ്ഞെടുത്തിരിക്കുന്നത്. 5 മത്സരങ്ങളാണ് കേരളത്തിലെത്തുക. അതിൽ ഇന്ത്യയുടെ 1 മത്സരമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ മത്സരങ്ങൾ ഉൾപ്പെടെ ലഭിക്കാനാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ശ്രമം. നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരത്തിന് അനുവദിച്ചേക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷന് BCCI അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ലോകകപ്പിന് വിശാഖപട്ടണം, ഇൻഡോർ, ഗോഹട്ടി, മുല്ലൻപൂർ, പഞ്ചാബ് എന്നിവയും വേദികളാകും. നവംബർ-ഡിസംബർ മാസങ്ങളാകയാൽ ഈ സമയത്ത് കേരളത്തിൽ മഴയില്ല എന്നതാണ് ലോകകപ്പ് കേരളത്തിന് അനുവദിക്കാൻ BCCIയെ പ്രേരിപ്പിച്ചത്. 2020